തൃക്കാക്കര നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലറാണ് ഐഷ സുബൈർ. ഐഷയുടെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും ഒരുമിച്ച് വന്നു ചേരുന്ന അപൂർവ നിമിഷത്തിനാണ് ഈ വാരാന്ത്യം സാക്ഷ്യമാകുന്നത്. ശനിയാഴ്ചയാണ് ഐഷയുടെ കല്യാണം. തൊട്ടടുത്ത ദിവസം നവവധു നേരിട്ട് പോകുന്നത് സത്യപ്രതിജ്ഞ ചെയ്യാനാണ്, കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഐഷയിൽ നിന്ന് തന്നെ, മണവാട്ടിയായ ഐഷയിൽ നിന്ന് തന്നെ നേരിട്ടറിയാം. ഐഷ, സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഐഷ സുബൈർ. തൃക്കാക്കര നഗരസഭയിലെ NGO ക്വാർട്ടേഴ്സ് 38ാം ഡിവിഷനിൽ നിന്നും UDFൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. വരാൻ പോകുന്ന 3 ദിവസം എനിക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. 19-ാം തീയതി എൻ്റെ 3rd സെമിസ്റ്റർ ഫൈനൽ എക്സാമാണ്. 20th എൻ്റെ മാരേജാണ്. 21st സത്യപ്രതിജ്ഞ. നിക്കാഹ് ഓൾറെഡി 1 ഇയറായി കഴിഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തതായിരുന്നു. പിന്നെ എക്സാംസ് നവംബറിൽ കഴിയുമെന്നും പറഞ്ഞാണ് ഡിസംബറിൽ മാരേജ് ഫിക്സ് ചെയ്തത്. ഇലക്ഷൻ്റെ യാതൊരുവിധ ഇതും ഉണ്ടായില്ലായിരുന്നു, അറിവുണ്ടായില്ലായിരുന്നു ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ളത്. നവവരൻ്റെ പേര്, അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ? ആളും നല്ല സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. ആളുടെ പേര് ഇസ്മായിൽ. ഇവിടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തൃക്കാക്കര നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലറാണ്, യുവ കൗൺസിലറാണ്. അപ്പോൾ യുവത്വത്തിൻ്റെ പൾസ് അറിയുന്ന ഒരു കൗൺസിലർ ആവുന്നതിനെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് യുവത്വത്തിന് വേണ്ടി, അല്ലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? 5 വർഷമായിട്ട് ശ്രീ റാഷിദ് ഉള്ളംപിള്ളിയായിരുന്നു ഈ വാർഡിൻ്റെ കൗൺസിലർ. കുറേ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ വികസന നായകനാണ് ശ്രീ റാഷിദ് ഉള്ളംപിള്ളി. ഒരു ദിവസം എക്സാം, തൊട്ടടുത്ത ദിവസം കല്യാണം, അതിന് തൊട്ടടുത്ത ദിവസം സത്യപ്രതിജ്ഞ. അപ്പോൾ എങ്ങനെയാണ് ഒരുക്കങ്ങൾ, എങ്ങനെ പോകുന്നു? ടെൻഷൻ ഉണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? ടെൻഷനുണ്ട്. കല്യാണത്തിൻ്റെ നേരത്തെ തന്നെ പർച്ചേസിങ്ങും കാര്യങ്ങളും തുടങ്ങിയിരുന്നു. അത് കാരണം കല്യാണത്തിനെ പറ്റി അങ്ങനെ ടെൻഷൻസ് ഉണ്ടായില്ല. എക്സാം 8-ാം തീയതി നടക്കാനെന്ന് വെച്ചാൽ എക്സാം മാറ്റിയാണ് ഈ 19-ാം തീയതിയിലേക്കാക്കിയത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു ഡേറ്റിൽ എക്സാം നടക്കുമെന്ന്. കഴിഞ്ഞ മാസത്തോടുകൂടി എക്സാം കഴിയുമെന്ന് വിചാരിച്ചാണ് കല്യാണം ഡിസംബർ 20-ന് ആക്കിയത്. പിന്നെ ഇലക്ഷൻ അതൊട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എന്തായാലും NGO ക്വാർട്ടേഴ്സ് വാർഡിലെ നിയുക്ത കൗൺസിലറായിട്ടുള്ള ഐഷ സുബൈറിന് ഇത് സന്തോഷത്തിൻ്റെ നാളുകളാണ്. പരീക്ഷകൾ കഴിയുന്നു, തൊട്ടടുത്ത ദിവസം കല്യാണം, അതിൻ്റെ തൊട്ടടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുന്നു, കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനും ആശംസകൾ. ക്യാമറ പേഴ്സൺ അക്ഷയോടൊപ്പം റാസിൻ അൻവർ, കേരള വിഷൻ ന്യൂസ്, കൊച്ചിൻ.